നമസ്കാരം. 2025 ഡിസംബറിൽ വരാനിരിക്കുന്ന വൈകുണ്ഠ ഏകാദശിയെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി. ഇതിനെ സ്വർഗവാതിൽ ഏകാദശി എന്നും പറയാറുണ്ടല്ലോ. അപ്പം നമ്മൾക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം ഏകാദശി എപ്പോ അനുഷ്ഠിക്കണം എന്നതിലാണ് ഏറ്റവും വലിയൊരു സംശയം. ഡിസംബർ 30 ചൊവ്വാഴ്ചയാണോ അതോ 31 ബുധനാഴ്ചയാണോ വ്രതമെടുക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഒരു ആശയക്കുഴപ്പം വരുന്നത്? നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. തീർച്ചയായും. ഈ ആശയക്കുഴപ്പത്തിന് വളരെ കൃത്യമായൊരു ജ്യോതിഷപരമായ കാരണമുണ്ട്. അത് തിഥികളുടെ സമയവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഡിസംബർ 30 രാവിലെ 7:50 ഏകാദശി തിഥി തുടങ്ങുന്നത്. രാവിലെ. അതെ. എന്നിട്ട് ആ ദിവസം മുഴുവൻ, രാത്രി മുഴുവനും ആ തിഥി തുടരുന്നുണ്ട്. പക്ഷെ അടുത്ത ദിവസം, അതായത് 31 രാവിലെ ഏതാണ്ട് 5 മണിയോടെ ഏകാദശി തിഥി തീരും. അപ്പം 30 ഒരു മുഴുവൻ ദിവസത്തോളം കിട്ടുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് 31 ഒരു പ്രാധാന്യം വരുന്നത്? അതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ശാസ്ത്രപരമായി നോക്കുമ്പോൾ ദശമി തിഥി ചേർന്നുവരുന്ന ഏകാദശിയേക്കാൾ പ്രാധാന്യം ദ്വാദശി തിഥി ചേർന്നുവരുന്ന ഏകാദശിക്കാണ്. ഒരു മിനിറ്റ്, അതൊന്ന് വ്യക്തമാക്കാമോ? ദശമി സ്പർശമെന്ന് വെച്ചാൽ? അതായത് ഡിസംബർ 30 ഏകാദശി തുടങ്ങുന്നത് ദശമി കഴിഞ്ഞിട്ടാണ്. അപ്പോ അതിന് ദശമിയുടെ ഒരു സ്പർശമുണ്ട്. പക്ഷെ 31 പുലർച്ചെ ഏകാദശി തീരുമ്പോൾ ഉടൻ ദ്വാദശി തുടങ്ങുകയാണ്. ശരി. അപ്പോ ദശമി സ്പർശമുള്ള ഏകാദശിക്ക് ഒരു അസുരഗുണമുണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് പലരും ദ്വാദശിയോട് ചേർന്ന് നിൽക്കുന്ന ഏകാദശിയാണ് കൂടുതൽ ശുഭകരമായി കാണുന്നത്. ഇത് വളരെ രസകരമായൊരു കാര്യമാണല്ലോ. അപ്പോൾ പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ ഈയൊരു രീതിയിലാണോ ഇത് ആചരിക്കുന്നത്? ഉദാഹരണത്തിന് തിരുപ്പതിയിലോ മറ്റോ? അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നത്. തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ അവർ ഡിസംബർ 30 വൈകുണ്ഠ ഏകാദശി ആചരിക്കുന്നത്. അതെ, അവർ ഏകാദശി തിഥി എപ്പോൾ തുടങ്ങുന്നു എന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഇസ്കോൺ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ എപ്പോഴും ദ്വാദശി തിഥിയോട് ചേർന്നുവരുന്ന ദിവസത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അവര് 31 എടുക്കുക? തീർച്ചയായും, അവർ 31 അനുഷ്ഠിക്കുക. അപ്പോൾ സാധാരണക്കാരായ ശ്രോതാക്കൾ എന്തു ചെയ്യും? അവർ ഏത് ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. എന്താണൊരു പ്രായോഗിക നിർദ്ദേശം? ഇതിന് ഏറ്റവും ലളിതമായൊരു പരിഹാരമേ ഉള്ളൂ. നിങ്ങളുടെ വീടിനടുത്തുള്ള പ്രധാനപ്പെട്ട മഹാവിഷ്ണു അമ്പലത്തിൽ എന്നാണ് ഏകാദശി പൂജകളും ആചരണങ്ങളും എന്നന്വേഷിക്കുക. അത് നല്ലൊരു ഐഡിയ ആണ്. അതെ, അവർ ഏത് ദിവസമാണോ തെരഞ്ഞെടുക്കുന്നത് ആ ദിവസം തന്നെ നിങ്ങളും വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പിന്നൊരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ 30 അനുഷ്ഠിച്ചാലും 31 അനുഷ്ഠിച്ചാലും നിങ്ങളുടെ ഭക്തിയാണ് പ്രധാനം. ഫലം പൂർണ്ണമായി കിട്ടും. ശരി. അപ്പോ ആ തീയതിയുടെ കാര്യത്തിലൊരു വ്യക്തതയായി. ഇനി സ്വർഗവാതിലേകാദശി എന്ന പേര്, അത് കേൾക്കാൻ നല്ല രസമുണ്ട്. എന്താണ് ആ പേരിന് പിന്നിൽ? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് അതിന്റെ വിശ്വാസവും. ഈ ദിവസം ഭഗവാൻ മഹാവിഷ്ണു തന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്കുള്ള പ്രധാന വാതിൽ തുറന്നിടും എന്നാണ് സങ്കല്പം. ഇതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഭൂമിയിലെ വൈകുണ്ഠം എന്നു പറയാവുന്ന മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒരു പ്രത്യേക വാതിൽ തുറക്കുന്നത്. അതേതു വാതിലാണ്? സാധാരണയായി ക്ഷേത്രത്തിന്റെ വടക്കേ വാതിൽ, അതായത് ഉത്തരവാതിൽ. ആ വാതിലിലൂടെ ഭഗവാനെ ദർശിച്ച് പുറത്തേക്ക് കടക്കുന്നത് സാക്ഷാൽ സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമാണെന്നും അത് മോക്ഷത്തിലേക്ക് നയിക്കും എന്നുമാണ് വിശ്വാസം. കൊള്ളാം. ഇതിന് വേറെയും ചില പേരുകളുണ്ടല്ലോ. മുക്കോടി ഏകാദശിയെന്നും പുത്രദ ഏകാദശിയെന്നുമൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്താണ്? അതെ, പൗഷമാസത്തിൽ, അതായത് ധനു മകരമാസങ്ങളിലായി വരുന്നതുകൊണ്ട് ഇതിനെ പുത്രദ ഏകാദശി എന്നു പറയും. പുത്രൻ എന്നാൽ സന്താനം. സന്താനഭാഗ്യത്തിന്. അതെ, സന്താനഭാഗ്യത്തിനും മക്കളുടെ നല്ലതിനും വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട വ്രതമാണിത്. പിന്നെ മുക്കോടി ഏകാദശി എന്ന് പറയുന്നത് ഈ ദിവസം ബ്രഹ്മാവിനോടൊപ്പം 3 കോടി ദേവന്മാരും വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനെ ദർശിക്കുന്നു എന്നൊരു ഐതിഹ്യമുണ്ട്. മുക്കോടി എന്നാൽ 3 കോടി. അത്രയധികം ദേവതകളുടെ ഒരു സാന്നിധ്യമുണ്ടാകുമല്ലേ? അതെ, അതാണ് വിശ്വാസം. കേരളത്തിൽ ഈ ദിവസത്തിന് എവിടെയൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം? തീർച്ചയായുമുണ്ട്. കേരളത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വൈകുണ്ഠ ഏകാദശി വളരെ വലിയൊരു ആഘോഷമാണ്.
അതുപോലെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ശരി, ഇനി നമുക്ക് വ്രതത്തിന്റെ കാര്യങ്ങളിലേക്ക് വരാം. അപ്പോ വ്രതം എന്നത് ഏകാദശി ദിവസം മാത്രമല്ല, അല്ലേ? ഇതിനു മുമ്പും ശേഷവും ചിട്ടകളുണ്ടോ? ഉണ്ട്. ഇതൊരു 3 ദിവസത്തെ ആചരണമാണ്. ദശമി, ഏകാദശി, ദ്വാദശി. ദശമി ദിവസം ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് ഒരിക്കലെടുക്കുന്നു. അതൊരു തയ്യാറെടുപ്പാണ്. ശരി. ഏകാദശി വ്രതത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ധാന്യങ്ങൾ ഒഴിവാക്കണമെന്നാണല്ലോ. ഏകാദശി ദിവസത്തെ ചിട്ടകളെങ്ങനെയാണ്? രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യണോ? ഏകാദശി ദിവസം ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് വിളക്ക് കൊളുത്തി ആണ് വ്രതം തുടങ്ങേണ്ടത്. ഒരു ഭക്തൻ ഏറ്റവും വ്യക്തിപരമായി ചെയ്യുന്ന ആത്മീയ സാധന, അതായത് ഉപവാസം. ആ ഒരു ആന്തരിക യാത്രയെക്കുറിച്ച് നമുക്ക് സംസാരിച്ചാലോ? തീർച്ചയായും. അതാണ് വൈകുണ്ഠ ഏകാദശിയുടെ കാതലെന്ന് പറയുന്നത്. തലേ ദിവസമായ ദശമിയിൽ തുടങ്ങി ഏകാദശി, പിന്നെ പിറ്റേ ദിവസമായ ദ്വാദശി വരെ. ദശമി ദിവസം രാത്രി ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ഒരു മിനിറ്റ്, ഈ ഏകാദശി ദിവസത്തെ ഉപവാസത്തെ ശുദ്ധഭട്നി എന്നാണല്ലോ ഈ രേഖകളിൽ പറയുന്നത്. അതായത് പൂർണ്ണ ഉപവാസം. അതെ. ചിലര് വെള്ളം പോലും കുടിക്കാതെ ഇത് അനുഷ്ഠിക്കാറുണ്ടെന്നും പറയുന്നു ഇന്നത്തെ കാലത്ത്. ശരീരത്തെ ഇത്രയധികം കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണെന്ന ഒരു ചോദ്യം സ്വാഭാവികമായും വരാം. വളരെ പ്രസക്തമായ ചോദ്യമാണത്. ഇവിടെയാണ് നമ്മൾ ആചാരത്തിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ലക്ഷ്യം ശരീരത്തെ പീഡിപ്പിക്കുക എന്നതല്ല, മറിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ്. കൃത്യം. അന്നം, ജലം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളെപ്പോലും ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ച് മനസ്സിനെ പൂർണ്ണമായും ഭഗവാനിലേക്ക് തിരിച്ചുവിടാനുള്ളൊരു പരിശീലനമാണിത്. എനിക്ക് ഭക്ഷണത്തേക്കാൾ വലുതാണ് ഭഗവാൻ എന്ന് നമ്മൾ സ്വയം ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ ഈ നിയമം എല്ലാവർക്കും ഒരുപോലെയല്ല. അതെ, അതിലെ ഇളവുകളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ടല്ലോ. പ്രായമായവർ, രോഗികൾ, ഗർഭിണികൾ, കുട്ടികൾ, ഇവർക്കാർക്കും ഇത് നിർബന്ധമല്ല. അവർക്ക് അരിഭക്ഷണം ഒഴിവാക്കി പഴങ്ങളോ പാലോ കഴിച്ചു വ്രതമെടുക്കാം. അപ്പോൾ പ്രധാനം നമ്മുടെ ശാരീരികമായ കഷ്ടപ്പാടല്ല, നമ്മുടെ സമർപ്പണ മനോഭാവമാണ്, അല്ലേ? അത് തന്നെ. ഭഗവാന് വേണ്ടത് നമ്മുടെ കഷ്ടപ്പാടല്ല, നമ്മുടെ ഭക്തിയാണ്. ശരീരത്തിന് താങ്ങാൻ കഴിയുന്ന രീതിയിലേ വ്രതമനുഷ്ഠിക്കാവൂ. ആരോഗ്യമുള്ളവർക്ക് പൂർണ്ണ ഉപവാസം സാധ്യമായേക്കാം. മറ്റുള്ളവർക്ക് അവരുടെ കഴിവിനനുസരിച്ച് ചെയ്യാം. ഫലം ഒന്നുതന്നെ. കാരണം ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്, വയറിനെയല്ല. ഇനി ഈ വ്രതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങളെക്കുറിച്ച് പറയാമോ? 2 സമയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഹരിവാസര സമയം. ഹരിവാസര സമയം? അതെ. ഏകാദശി തിഥിയുടെ അവസാന 6 മണിക്കൂറും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 6 മണിക്കൂറും ചേർന്ന 12 മണിക്കൂർ. ആ സമയത്ത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതലായിരിക്കും എന്നാണ് വിശ്വാസം. ഈ വർഷം അത് ഡിസംബർ 30 രാത്രി 10:12 മുതൽ 31 രാവിലെ 10:12 വരെയാണ്. ആ സമയം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ലതാണ്. ശരി. രണ്ടാമത്തെ സമയം ഏതാണ്? രണ്ടാമത്തേത് പാരണ വീടുന്ന സമയമാണ്. അതായത് വ്രതം അവസാനിപ്പിക്കുന്നത്. ദ്വാദശി ദിവസം തുളസീതീർത്ഥം സേവിച്ചാണ് പാരണ വീടേണ്ടത്. അതിന് കൃത്യമായ സമയമുണ്ട്. ആ, അതെപ്പോഴാണ്? നിങ്ങൾ 30-നാണ് വ്രതമെടുത്തതെങ്കിൽ പാരണ വീടേണ്ടത് 31-ന് ഉച്ചയ്ക്ക് 1:31-നും 3:48-നും ഇടയിലാണ്. ഇനി 31-നാണ് വ്രതമെടുത്തതെങ്കിൽ അടുത്ത ദിവസം, അതായത് ജനുവരി 1-ന് രാവിലെ 7:14-നും 9:18-നും ഇടയിലും. ഓ, ഈ സമയം തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണമല്ലേ? അതെ, അത് വളരെ പ്രധാനമാണ്. ശരി. അപ്പോൾ വ്രതത്തിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായി. അതോടൊപ്പം കുറഞ്ഞത് 2 പേർക്കെങ്കിലും അന്നദാനം നൽകിയ ശേഷം ഭക്ഷണം കഴിക്കുന്നത് ഉത്തമമാണെന്നും പറയുന്നുണ്ട്. കാരണം നമ്മുടെ വ്രതത്തിന്റെ പുണ്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. ശുദ്ധമായ മനസ്സ്, എല്ലാ ജീവജാലങ്ങളോടും ദയയും സ്നേഹവും, അചഞ്ചലമായ ഭക്തി, ഈ യോഗ്യത നേടിയ ഒരാൾക്ക് സ്വർഗവാതിലിലൂടെ കടന്നുപോകേണ്ട ആവശ്യം പോലുമില്ല. ഭഗവാൻ അവരെ തേടിവരും. എന്നാൽ ഈ യോഗ്യതയില്ലാത്തയാൾ എത്ര തവണ ആ വാതിലിലൂടെ പോയാലും പ്രയോജനമില്ല. ഒരു പ്രയോജനവുമില്ല. ആ വാതിൽ തുറക്കുന്നത് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ്. ഇതാ, മോക്ഷത്തിലേക്കുള്ള വഴി തുറന്നു കിടക്കുന്നു. പക്ഷെ അതിലൂടെ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ സ്വയം ശുദ്ധീകരിക്കണം. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥം ഇതൊരു ആത്മശുദ്ധീകരണ പ്രക്രിയയാണ്. നമ്മുടെ ദുശ്ശീലങ്ങളെയും അഹങ്കാരത്തെയും ഉപേക്ഷിച്ച്
നല്ലൊരു മനുഷ്യനായി ഭഗവാന് പ്രിയപ്പെട്ടവനായി മാറാനുള്ളൊരു അവസരം. ആ ദൈവിക കൃപയ്ക്ക് യോഗ്യരാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതെ, ഈ 2025 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ വർഷം ആരംഭിച്ചത് ജനുവരി 9 ഒരു വൈകുണ്ഠ ഏകാദശിയിലായിരുന്നു. ഇപ്പോൾ ആ വർഷം അവസാനിക്കുന്നതും ഈ വൈകുണ്ഠ ഏകാദശിയിലാണ്. ശരിയാണല്ലോ. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. മോക്ഷത്തിലേക്കുള്ള പാത എന്നത് വർഷത്തിലൊരിക്കൽ ചെയ്യുന്നൊരു ചടങ്ങല്ല. അത് ഓരോ ദിവസവും ഭക്തിയുടെയും സേവനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു നിരന്തരമായ പരിശീലനമാണ്. ഉപവാസത്തിനും ക്ഷേത്രദർശനത്തിനും അപ്പുറം ദൈവത്തോട് അടുക്കാൻ വേണ്ട ആ ശുദ്ധമായ മനസ്സ് നേടാനായി ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന വളരെ ചെറിയൊരു സേവനം അല്ലെങ്കിൽ ദയയുള്ള പ്രവൃത്തി എന്തായിരിക്കും? ഒരുപക്ഷെ ആ ചെറിയ പ്രവൃത്തിയായിരിക്കാം സ്വർഗത്തിലേക്കുള്ള ഏറ്റവും വലിയ വാതിൽ തുറന്നു തരുന്നത്. ഈ വ്രതമെടുക്കുന്നതിലൂടെ വരുന്ന 2026 വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം.